പാലാ നഗരസഭ സ്വതന്ത്ര കൂട്ടായ്മ ആദ്യം UDF-ഉമായി ചർച്ച നടത്തും. തുടർന്ന് ഇടതുമുന്നണി നേതാക്കളുമായും ചർച്ച നടത്തും. ആദ്യ 2 വർഷം ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് നടക്കുക. ഏതായാലും സ്വതന്ത്ര കൂട്ടായ്മയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും നഗരസഭയുടെ ഭരണചക്രം ആര് തിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. പാലാ നഗരസഭയിൽ ഭരണത്തിലേറാൻ ആരെ പിന്തുണയ്ക്കണമെന്ന തീരുമാനത്തിനായി തെക്കേക്കരയിൽ സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ ജനസഭ വിളിച്ചു ചേർത്തു. പൊതുവെ UDF-ന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനാണ് ജനസഭ കൗൺസിലർമാരോട് നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ UDF-ഉമായി ചർച്ച നടത്തും. ആദ്യ 2 വർഷം ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് നടക്കുക. തങ്ങളൊഴികെ 11 കൗൺസിലർമാരെ UDF ചൂണ്ടിക്കാണിച്ചാൽ ഒപ്പം ചേരാമെന്ന നിലപാടും സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ സ്വീകരിക്കും. ജനസഭയുടെ തീരുമാനപ്രകാരം ആദ്യഘട്ട ചർച്ച നാളെ ആരംഭിക്കുമെന്ന് ബിജു പുളിക്കക്കണ്ടം പറഞ്ഞു. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറഞ്ഞ ആശയങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ 13, 14, 15 വാർഡുകളിലെ വോട്ടർമാർ അതവർ നെഞ്ചേറ്റി. തീർച്ചയായിട്ടും അവർ ഞങ്ങളോട് കാണിച്ച വിശ്വാസം, സ്നേഹം ഞങ്ങൾ 3 പേരും അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഞാനും ദിയാമോളും കൗൺസിലർമാരായിട്ട് ഞങ്ങളുടെ തുടക്കമാണ്. പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് മാതൃകയായി ബിനു പുളിക്കക്കണ്ടം എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുകയല്ല, 20 വർഷമായി നമ്മുടെ ഇവിടുത്തെ 3 വാർഡുകളെ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന ബിനു പുളിക്കക്കണ്ടം. ആ ബിനുവിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കും. തുടർന്ന് ഇടതുമുന്നണി നേതാക്കളുമായി ചർച്ച നടത്തും. വാർഡിലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വാർഡിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു ദിയ ബിനു. ആദ്യമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന 13, 14, 15 വാർഡുകളിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ വെല്ലിച്ചൻ പറഞ്ഞതുപോലെ ഒരു ഞായറാഴ്ച വീട്ടിൽ സുഖമായിട്ടിരിക്കാവുന്ന ഒരു ഞായറാഴ്ച ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി നമ്മളോട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുവാനും വന്ന് നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന, ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ഞങ്ങളെ എല്ലാ രീതികളിലും സഹായിക്കുകയും ചെയ്ത ആൾക്കാരാണ് നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണേലും വെല്ലിച്ചനാണേലും അച്ഛനാണേലും ഇവർ പകർന്നു തന്ന ഒത്തിരി മോറൽസും വാല്യൂസുമാണ് ഞാനിപ്പോൾ ഈ 5 വർഷത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അവരുടെ ടീച്ചിങ്സ് മാത്രമല്ല, നിങ്ങൾ തരുന്ന പിന്തുണയും നിങ്ങൾ തരുന്ന ഒരു ഔട്ട്പുട്ടും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതാണ് നമുക്കിവിടെ ആവശ്യം എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ മാനിക്കേണ്ടതാണ്. തങ്ങളുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇടതു വലതു മുന്നണികൾ നൽകുന്ന ഉറപ്പും ചെയർപേഴ്സൺ സ്ഥാനവും സംബന്ധിച്ച ധാരണകളും നാളെ മുതൽ നടക്കുന്ന ചർച്ചകളിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയെന്നും സ്വതന്ത്ര കൂട്ടായ്മ അംഗം ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. കൺക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇവിടെ പരസ്യമായി അഭിപ്രായം പറഞ്ഞവരിൽ കൂടുതൽ പേര് UDF-നെ പിന്താങ്ങണം, അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണ നമ്മൾ വാങ്ങണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എഴുതി തന്നവരിൽ 2 അഭിപ്രായമുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു പൊതുവികാരമനുസരിച്ച് നമുക്ക് UDF-ഉമായി ആദ്യമേ ചർച്ച നടത്താം എന്ന് തോന്നുന്നു. ചർച്ച നടത്താം. അത് പൊതുവെ ഇപ്പം വിജയൻ ചേട്ടനെ പോലെ നിരവധി പേര് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. എന്തായാലും സ്വതന്ത്ര കൂട്ടായ്മയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും പാലാ നഗരസഭയുടെ ഭരണചക്രം ആര് തിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. i4A ന്യൂസ്, പാലാ.